ഇരുവരുടെയും മികവിലാണ് ഡൽഹിക്കെതിരെ ഹൈദരാബാദ് 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 242 റൺസ് നേടുന്നത്. ട്രാവിസ് ഹെഡ് 37 റൺസും ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ 25 റൺസും നേടി. മറുപടി ബാറ്റിംഗിൽ മികച്ച തുടക്കം ഡൽഹിക്ക് കിട്ടിയെങ്കിലും ഇഷാൻ മല്ലിംഗയുടെ മിന്നും പ്രകടനം കളി ഹൈദരാബാദിന്റെ കൈയിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു. ഹൈസ്കോർ മാച്ചിൽ 32 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റാണ് ഇഷാൻ നേടിയത്. 8 റൺസിന് പാത്തും നിസംഗം അടങ്ങിയെങ്കിലും KL രാഹുൽ, നിതീഷ് റാണ കൂട്ടുകെട്ട് ഡൽഹിക്ക് തുടക്കത്തിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിരുന്നത്. എന്നാൽ സ്കോർ 107 ആദ്യം സാക്കിബ് ഹുസൈൻ KL രാഹുലിനെയും പിന്നീട് ഇഷാൻ, നിതീഷ് റാണ, അപകടകാരിയായ ഡേവിഡ് മില്ലർ എന്നിവരെയും അതേ 107 സ്കോറിൽ തന്നെ വീഴ്ത്തിയപ്പോൾ ഡൽഹി തോൽവി മണത്തു. രാഹുൽ 37 റൺസും നിതീഷ് 57 റൺസുമാണ് നേടിയത്. ശേഷം 41 റൺസുമായി സമീർ റിസ്വിയും 27 റൺസുമായി ട്രിസ്റ്റൻ സ്റ്റോബ്സും പിടിച്ചു നിന്നെങ്കിലും വിജയം ദൂരെയായിരുന്നു. അതിനിടയിൽ ഹർഷ് ദ്യൂബയും 2 ഓവർ എറിഞ്ഞ് 3 വിക്കറ്റും കൈക്കലാക്കി മടങ്ങി. ഡൽഹിയുടെ ചെറുത്തുനിൽപ്പ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 195 ഒതുങ്ങിയപ്പോൾ സ്വന്തം തട്ടകത്തിൽ 47 റൺസിന്റെ മിന്നും ജയമാണ് ഹൈദരാബാദ് നേടിയത്. ജയത്തോടെ പോയിന്റ് ടേബിളിൽ 3ാമതെത്താനും SRHന് സാധിച്ചു. 7 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റാണ് SRHനുള്ളത്. 6 മത്സരങ്ങളിൽ നിന്ന്